പാട്ടിനെ പറ്റി പറയുമ്പോൾ തന്നെ അതിൽ പോയിന്റ് തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നീൽമിഴിപ്പീലിയിൽ നിന്നാണ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെ റെക്കോർഡിങ്ങിൻ്റെ സമയത്ത് പെട്ടെന്ന് ശ്രദ്ധിക്കാൻ പറ്റാത്തത് കൊണ്ട് അത് നീർമിഴിപ്പീലിയിൽ നിന്ന് ദാസേട്ടൻ പാടിപ്പോയി. അപ്പോൾ നീർമിഴിപ്പീലിയിൽ നീർമണി തുളുമ്പി തന്നെ റിപ്പീറ്റായിട്ട് വന്നു. ശരിക്കും ഞാൻ നീൽമിഴിപ്പീലി, നീളമുള്ള മിഴികളോട് കൂടിയവൾ, ആ ഒരു അർത്ഥത്തിലാണ് അത് എഴുതിയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് സംഭവിച്ചത് എന്താണെന്ന് പറയും, ഞാൻ തരങ്ങിണിയിലായിരുന്നു എൻ്റെ റെക്കോർഡിങ്. അപ്പം നമ്മൾ ഹാളിൽ വെച്ചിട്ട് ദാസറിന് ഞാൻ പാട്ടൊക്കെ പറഞ്ഞു കൊടുത്ത് പഠിച്ചതിന് ശേഷം ദാസർ പിന്നെ ആ ബുക്ക് ഇതെല്ലാം കൂടെ ബൂത്തിൽ കൊണ്ടുപോയി. അപ്പോൾ എൻ്റെ നോക്കുമ്പോൾ അത് ലിറിക്സും കാണാനില്ല. അപ്പോൾ സാറിലെന്ന് വെച്ചിട്ട് പിന്നെ ഞാൻ വന്ന് റെക്കോർഡ് പിന്നെ കൺസോൾ റൂമിലിരുന്ന് പാട്ട് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ദാസർ കുറച്ച് ഓപ്പണായിട്ടാണ് പാടിയത്. അപ്പം ഞാൻ ദാസറിനെ റിക്വസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഒരു മനസ്സിൽ എന്താ സോഫ്റ്റ് മന്ത്രിക്കുന്ന ഒരു ഫീൽ കിട്ടിയാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു. ഓക്കെ മോനെ എന്നിട്ട് രണ്ടുപേരി പാട്ട് ഇത് മതിയോന്ന് ചോദിക്കുന്നു. ആ സാർ ഇതൊക്കെ എന്ന്. അങ്ങനെ പുള്ളി ഭയങ്കര ഒതുക്കി വിഷമം മനസ്സിനകത്ത് ഒതുക്കി പാടുന്നൊരവസ്ഥയിൽ അദ്ദേഹം പാടി. ഇത് പാട്ടെല്ലാം പാടി കഴിഞ്ഞതിന് ശേഷമാണ് ഓർമ്മി സാർ വന്നത്. അപ്പോൾ പാടിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇട്ടു. അപ്പോൾ അയ്യോ മോനെ നീൾമിഴിപ്പീലി എന്നാണല്ലോ ഞാൻ എഴുതി കൊടുത്തതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതായിപ്പോയി. അപ്പോൾ ദാസർ അതിനകത്ത് ഇരിക്കുകയാണ്, ബൂത്തിനകത്ത് ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഇനി പാടിയത് നന്നായി വന്നിട്ടുണ്ട്, ഈ നീർമിഴി എന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടോ ചോദിച്ചു. അല്ല ഇനിയിപ്പോൾ വേണ്ട. ഞാൻ പറഞ്ഞു ഇത് ഇനി മാറ്റണം, ചില ബുദ്ധിമുട്ടുണ്ട്, കാരണം ചിലപ്പോൾ ഇതുപോലെ ഈ ഫീല് ചിലപ്പോൾ ദാസറിന് മൂഡ് ഔട്ടായി ആളാവ് കുഴപ്പമായി പോകും. അപ്പോൾ എന്നാൽ ശരി ഇതങ്ങനെ വെക്കാൻ അങ്ങനെ വെച്ചതാണ്.